തെരഞ്ഞെടുപ്പിന്റെ ചൂടിന് താൽക്കാലികമായി അവസാനമായിരിക്കുന്നു. ഇനി ലക്ഷ്യം ബീഹാറാണ്. തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക് മാറുന്നതിന് മുൻപ് പരമാവധി കേസുകളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പൂട്ടുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. രാഹുൽ ഗാന്ധി ഒന്ന് തുമ്മിയാൽ പോലും കേസെടുക്കുന്ന കേന്ദ്ര സർക്കാർ ഇക്കുറി കുറച്ചുകൂടി ഗൗരവമേറിയ കുറ്റമാണ് രാഹുലിന് പുറത്ത് ചാരിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനമായ സൈന്യത്തിനെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സൈന്യത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ഏറെ ഗൗരവപരമാണെന്നും ക്ഷമിക്കാൻ സാധിക്കാത്തതുമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച പരാതിയിൽ രാഹുൽ ഗാന്ധിക്ക് ലക്നൌവിലെ പ്രത്യേക MPMLA കോടതിയാണ് സമൻസ് അയച്ചിരിക്കുന്നത്. കേസിന്റെ ആദ്യ നടപടികൾക്കായി മാർച്ച് 24-ന് ഹാജരാകാൻ രാഹുൽ ഗാന്ധിയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2022 ഡിസംബറിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് ആരോപിച്ച് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവയാണ് പരാതി നൽകിയത്. ഈ പരാതി പരിശോധിച്ച കോടതി പരാതിയിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് 2022 ഡിസംബർ 9-ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധി വിവാദമായ ഒരു പരാമർശം നടത്തിയതെന്നാണ് പറയുന്നത്. രാഹുലിന്റെ വാക്കുകൾ അന്ന് ഇങ്ങനെയായിരുന്നു: ചൈനയെക്കുറിച്ച് മാധ്യമങ്ങൾ എന്നോടൊന്നും ചോദിക്കുന്നില്ലെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുമായി ഒരു പന്തയം വച്ചു. 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി കൈയടക്കിയ ഒരു രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈനികരെ കൊന്ന ഒരു രാജ്യത്തെക്കുറിച്ചും അരുണാചൽ പ്രദേശിൽ നമ്മുടെ സൈനികരെ ആക്രമിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചും മാധ്യമങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, രാജ്യം നിരീക്ഷിക്കുന്നുണ്ട്, മറിച്ചൊന്നും ചിന്തിക്കരുത്. ഇതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ഈ പ്രസ്താവന അന്ന് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. 2022 ഡിസംബർ 12-ന് ഇന്ത്യൻ സൈന്യം ഈ പ്രസ്താവനയോട് പ്രതികരിച്ച് ഒരു ഔദ്യോഗിക വിശദീകരണം നൽകി. ചൈനീസ് സൈന്യം അരുണാചൽ പ്രദേശിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ചു, പക്ഷെ ഇന്ത്യൻ സൈന്യം ഉചിതമായി പ്രതികരിച്ചു, അവരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി. ഇതായിരുന്നു അന്ന് സൈന്യം പറഞ്ഞത്. ചൈനയുടെ അധിനിവേശം അന്ന് ശരിവച്ച സൈന്യം ഇന്ത്യൻ സേന പക്ഷേ പേടിച്ചോടിയില്ലെന്നും തിരിച്ചടിച്ചുവെന്നും രാഹുൽ ഗാന്ധിയെ തിരുത്തിയിരുന്നു. രാഹുലിന്റെ ആ പരാമർശങ്ങൾ സൈന്യത്തെ അപമാനിക്കുന്നതാണെന്നും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവരുടെ ധീരമായ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും പരാതിക്കാരനായ ശ്രീവാസ്തവ വാദിച്ചിരിക്കുന്നു. പരാതി പരിഗണിച്ച് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസിൽ രാഹുലിനെ പ്രതിയാക്കി സമൻസ് അയക്കുകയായിരുന്നു.